അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിനിയാണ്. ജോർജിയയിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യ മോഹൻ തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് യൗവനക്കാർക്ക് വളരെ ഏറെ അനുഗ്രഹമായി തീരുന്ന ഈ സാക്ഷ്യം അവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറുപടി തരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. പ്രിയ ദൃശ്യ മോഹനെ തേജ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെ ഒരു ടെസ്റ്റിമണി പറയാനായിട്ട് ദൈവം ഒരുക്കി തന്നത്. അതിനായിട്ട് ദൈവത്തെ ആദ്യം സ്തുതിക്കുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയലിനും നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് എൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്ത വൻ കാര്യങ്ങളെ നിങ്ങളുടെ മുൻപിൽ എനിക്ക് പറയാൻ കർത്താവ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഒന്നുകൂടി കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ആയിട്ട്, എൻ്റെ പേര് ദൃശ്യ മോഹനാണ്. ഞാൻ കേരളത്തിലെ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇപ്പൊ ഞാൻ 4th ഇയർ MBBS ജോർജിയയിൽ പഠിക്കുകയാണ്. എൻ്റെ വീട്ടില് പപ്പ, അമ്മ, ചേച്ചി, ഒരു ബ്രദർ ഇൻ ലോയും ഉണ്ട്. പപ്പ ബിസിനസ് ആണ്, അമ്മ നേഴ്സാണ്, ചേച്ചി ഹോമിയോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ബ്രദർ ഇൻ ലോ ഹയർ സെക്കൻഡറി ടീച്ചറാണ്. കർത്താവ്, ഞാൻ ജനിച്ചു വളർന്ന ഒരു ക്രിസ്ത്യൻ പാരമ്പര്യ കുടുംബത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തൊട്ടേ കർത്താവിനെ കുറിച്ച് കേട്ട് ആ ഒരു ക്രിസ്തീയ ഭാവന എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെയാണ് എന്നെ എൻ്റെ ചേച്ചിയും ഞങ്ങളുടെ പാരന്റ്സ് വളർത്തിയത്. പക്ഷേ ഞങ്ങൾ CSI പാരമ്പര്യത്തിലായിരുന്നു. പക്ഷെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ദൈവം അവസരം ഒരുക്കിയത്. ഞാന് എൻ്റെ അമ്മ പക്ഷേ ഞങ്ങള് കുഞ്ഞുനാള് തൊട്ടേ അമ്മയ്ക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ അമ്മ മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുകയും അങ്ങനെ ദൈവകാര്യങ്ങളിലൊക്കെ വളരെ മുന്നോട്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കൂട്ടിനായിട്ട് ഞാൻ ചെറിയ ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ടെസ്റ്റിമണി പറയാൻ ആൾക്കാര് എണീറ്റ് വെക്കുമ്പോ ഞാനിങ്ങനെ ദൈവത്തിനോട് ചോദിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് അങ്ങനെ ടെസ്റ്റിമണി ആയിട്ട് പറയാനായിട്ടൊന്നും ഇല്ലല്ലോ. എന്റെ ലൈഫില് അങ്ങനെ ഒരു ടെസ്റ്റിമണി എനിക്ക് തരാവോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിരുന്നു. അന്ന് എനിക്ക് 10-12 വയസ്സുണ്ടായിരുന്നപ്പോഴായിരുന്നു. ഞങ്ങള് എൻ്റെ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എൻ്റെ ചേച്ചിക്ക് ഈ എക്സാംസ് അടുക്കുന്ന സമയത്ത് ചെറിയ സ്ട്രെസ്സിന്റെ കാരണം ഫുഡ് കഴിക്കാൻ പറ്റാത്ത, ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിറക്കാൻ പറ്റാത്ത അവസ്ഥ സ്ട്രെസ് കാരണം വരാറുണ്ടായിരുന്നു. അപ്പം ഞാൻ 8th പഠിക്കുന്ന സമയത്ത് ചേച്ചി +2 കഴിഞ്ഞ് അടുത്ത സ്റ്റഡീസിലോട്ട് പ്രവേശിക്കാൻ സമയമായപ്പോ ഇതേപോലെ അത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള രീതിയിൽ വന്നു. ആ സമയത്ത് ഡോക്ടേഴ്സിനെയൊക്കെ അമ്മയും പപ്പയും ഒക്കെ കാണിച്ചു. എല്ലാ എൻഡോസ്കോപ്പി അങ്ങനെ എല്ലാ ടെസ്റ്റും നടത്തി. പക്ഷെ ഒന്നിലും എന്താണ് ഇതിന്റെ എക്സാക്ട് റീസൺ എന്ന് ആർക്കും പറയാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങള് വളരെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം പപ്പയും അമ്മയും കൂടി ചേച്ചി ഒരു ഡോക്ടറിനെ കാണിക്കാൻ പോയപ്പോ ഈ പോകുന്ന വഴിക്ക് ചേച്ചി ഭയങ്കര അവശയാവുകയും, അമ്മ ഇങ്ങനെ ഒരു സിറ്റിയിൽ ഒരു ചേർച്ച് ഉണ്ട്, പെന്തക്കോസ്റ്റൽ ചേർച്ച് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമോ എന്ന് പപ്പയോട് ചോദിച്ചു. അപ്പൊ പപ്പ അങ്ങനെ വിശ്വാസത്തില് അങ്ങനെ ഉള്ള ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ ഒരു ക്രിസ്തീയ പാരമ്പര്യ ഇതിലാണെങ്കിലും കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ പപ്പയ്ക്ക് എങ്ങനെയെങ്കിലും ചേച്ചിക്ക് ആ ഒരു ആശ്വാസം എവിടെന്നെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പറയുണ്ടായപ്പോ പപ്പ പറഞ്ഞു, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും, ചേച്ചിയും ഞാൻ അന്ന് സ്കൂളിലായിരുന്നു. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ചർച്ചില് പോവുകയും, അന്ന് അവിടെ എത്തിയ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന എന്റെ ചേച്ചി അന്ന് സോളിഡ് ഫുഡ്, ചിക്കനും അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചു. കർത്താവ് പൂർണ്ണമായിട്ടും ചേച്ചി അന്ന് വിടുവിച്ചു. അന്ന് എന്റെ പാരന്റ്സ്, പപ്പയും അമ്മയും കൂടി തീരുമാനിച്ചതാണ് ഞങ്ങൾ ഈ ദൈവത്തെ സേവിക്കും,
ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായും കൊണ്ടുവന്ന ദൈവത്തെ ഞങ്ങൾ സേവിക്കുക എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞങ്ങള് 4 പേര് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തില് സ്നാനപ്പെടുകയുണ്ടായി. അന്ന് മുതൽ ഇതുവരെ കർത്താവിന്റെ സ്ഥാനത്ത് ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഇരിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നു. ആം, എന്റെ അമ്മ ഈ ഒരു വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു അമ്മയ്ക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു സ്ത്രീ, ഒരു പെന്തക്കോസ്ത് ഒരു ആന്റി വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ സ്നാനം കഴിക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് 4 പേര് അടങ്ങുന്ന ഒരു കുടുംബത്തിൽ അമ്മ മാത്രം ഒരു വിശ്വാസിയായിട്ട് നിൽക്കുന്നതിനോട് അമ്മയ്ക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ സ്നാനം എടുക്കുന്നുണ്ടെങ്കിൽ എന്റെ പപ്പയും ഞാനും ചേച്ചിയും ഞങ്ങൾ 4 പേരും ഒരുമിച്ച് എടുക്കത്തുള്ളൂ എന്ന് അമ്മ അന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളെ 4 പേരെയും ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് ബാപ്റ്റിസം എടുക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അപ്പൊ എന്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ബാപ്റ്റിസം കഴിഞ്ഞ് സ്നാനം ഏറ്റതിന് ശേഷം ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ഗോയിങ് ആയിരിക്കും. പിന്നെ പ്രതിസന്ധികളൊന്നും വരില്ല. അങ്ങനെയായിരുന്നു എന്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്റെ 8th കഴിഞ്ഞ് എന്റെ ചേച്ചിക്ക് BHMSൽ അഡ്മിഷൻ കിട്ടി. ആഹ് ആഹ് അപ്പോ ഞങ്ങള് സിറ്റിയിലേക്ക് വീട് മാറുകയുണ്ടായി. അപ്പൊ എന്റെ സ്കൂളും ഞാൻ ചേഞ്ച് ചെയ്തു. അങ്ങനെ സ്കൂൾ ചേഞ്ച് ചെയ്ത സമയത്ത് എനിക്കൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു എന്റെ ലൈഫിൽ ഒരു ഹാർഡസ്റ്റ് പോയിന്റ്, ഞാൻ ആദ്യമായിട്ട് ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ഇതായിരുന്നു. എനിക്ക് ഒരു ഡിപ്രഷൻ പോലെ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ രാവിലെ എണീക്കുമ്പോ തൊട്ടേ കരയാനിടയായി. എന്തുകൊണ്ടാ കരയുന്നേന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു പെർട്ടിക്കുലർ റീസൺ ഇല്ലായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ കരയുന്നു. ഇത് പപ്പയും അമ്മയും ചോദിക്കുമ്പോഴേക്കും എനിക്ക് സ്കൂളിൽ പോണ്ട, എനിക്ക് പഠിക്കണ്ട, ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ പപ്പയ്ക്കും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിരുന്നു. അപ്പം എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ആ ഒരു വിഷമം മാറാൻ എനിക്ക് ഏറ്റവും കൂടുതല് ആഹ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ആവശ്യമായിരുന്നത് കർത്താവിന്റെ സന്നിധിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഞാന് പള്ളിയിൽ പോവുക എന്ന് പറയുന്നതായിരുന്നു എനിക്ക് ഏറ്റവും സമാധാനം കിട്ടിക്കൊണ്ടിരുന്ന സമയം എന്ന് പറഞ്ഞത്. അപ്പൊ പപ്പയും അമ്മയും അതറിഞ്ഞ് എന്നെ കറക്റ്റ് ഞങ്ങള് ചർച്ചില് ഡെയിലി പോവുകയും ആരാധനയ്ക്കും അങ്ങനെയൊക്കെ പോവുകയുണ്ടായി. അങ്ങനെ ഞങ്ങള് ആം, ആഹ് ആഹ് അങ്ങനെ ഈ ഈ ഒരു സാഹചര്യം എങ്ങനെ എന്റെ ലൈഫിൽ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഏതാണ് ആ ഒരു എക്സാക്ട് ടൈം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ആഹ് ഈ ഒരു പ്രയാസം ഞാൻ ദൈവമായിട്ട് അടുക്കാൻ തുടങ്ങിയപ്പോ പയ്യെ പയ്യെ അത് എന്നെ വിട്ട് മാറാൻ തുടങ്ങി. എന്റെ ഫ്രണ്ട്സും എനിക്ക് പുതുതായിട്ട് കിട്ടിയ ഫ്രണ്ട്സ് പുതിയ സ്കൂളായിരുന്നു. അപ്പൊ ഫ്രണ്ട്സിനും എനിക്ക് ഈ ഒരു പ്രയാസം വന്നപ്പോ അവർക്കും ഇത് മനസ്സിലായി. ഞാനിങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ടൈമിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ എനിക്ക് എന്റെ പുതിയ ഫ്രണ്ട്സിനെയും കർത്താവ് നല്ല ഫ്രണ്ട്സിനെയാണ് തന്നത്. അവര് പറഞ്ഞു, "ദൃശ്യ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇണ്ടല്ലോ." ഇങ്ങനെയൊക്കെ അവരും എനിക്ക് സപ്പോർട്ട് തന്നു. ഈ പ്രയാസത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ അവിടെ ദൈവം എന്നെ സാക്ഷിയായിട്ട് കൂടെ നിർത്തി. അവരുടെ മുൻപാകെ ദൈവം എന്നെ വിടുവിച്ചതാണ്. കർത്താവിന്റെ സ്നേഹം എനിക്ക് കൂടുതൽ അറിയാൻ പറ്റി. അതെന്റെ ലൈഫില് എനിക്ക് അമ്മ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോ പ്രതിസന്ധികളൊക്കെ വരുന്നത് അങ്ങനെ അതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് പിടിച്ച് ഉയർത്താൻ വേണ്ടിയാണെന്ന്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു പ്രതിസന്ധി വന്നതുകൊണ്ട് വേറൊരാൾ അതേപോലെ പോകുമ്പോ എനിക്ക് അവര് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. ഇപ്പം ഞാനിപ്പോ ജോർജിയയിലാണുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ പോലും ഞങ്ങള് വീട് വിട്ടൊക്കെ ഒരുപാട് അകലെ ആയിരിക്കുന്നത് കൊണ്ട് അതിന്റേതായിട്ടുള്ള ഹോം സിക്നെസ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ട് തന്നെ, അവളും ഇതേപോലെ എനിക്കുണ്ടായ അതേ സിംറ്റംസ്, ലൈക്ക് ഭയങ്കര രാവിലെ അവള് എണീക്കുമ്പോ കരഞ്ഞോണ്ട് എണീക്കുന്നു. അവൾക്കൊരു മൈൻഡ് ഒട്ടും ഫ്രീ അല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ അവള് കടന്നുപോയി. അവളൊരു നോൺ ബിലീവർ ആണ്. അപ്പൊ ഞാന് അവളുടെ അടുത്ത് എന്റെ ഈ സാക്ഷ്യം എനിക്ക് പറയാൻ പറ്റി. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അന്ന് കടന്നുപോയ ആ സാഹചര്യം എനിക്ക് ഇന്ന് എന്റെ ആ ഫ്രണ്ടിനോട് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതിന് എനിക്ക് പറയാൻ കഴിഞ്ഞു. അവൾ ഇന്ന് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വന്നു, ദൈവം സഹായിച്ച്. അതുപോലെ കർത്താവ് നടത്തുന്നു. അന്ന് അങ്ങനെ എനിക്ക് അതിൽ നിന്ന് പൂർണ്ണമായും ഞാൻ പുറത്തു വന്നു. അങ്ങനെ ഞാൻ 9th 10th അതേ സ്കൂളിലാണ് പഠിച്ചത്. 10th നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ കർത്താവ് എന്നെ സഹായിച്ചു. 10th കഴിഞ്ഞ് എന്റെ മനസ്സില് +1 ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടണമെന്നായിരുന്നു എന്റെ ഒരു ആഗ്രഹം. ഞാൻ ഇത് അലോട്ട്മെന്റ് വെച്ചപ്പോഴും ഈ സ്കൂള് ഫസ്റ്റ് വെച്ചിട്ടാണ് വച്ചത്. അലോട്ട്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നത്.
പക്ഷെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം വെച്ച 2 സ്കൂളല്ല, മൂന്നാമത് വെച്ച സ്കൂളാണ് എനിക്ക് ആദ്യം വന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ആയി. പിന്നെയും പറഞ്ഞു ഇനിയും 3 അലോട്ട്മെന്റ് വരാനുണ്ടല്ലോ എന്ന്. ഞങ്ങള് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ വേറെ അലോട്ട്മെന്റ് വന്നപ്പോഴും ഞാൻ ഉദ്ദേശിക്കാത്ത സ്കൂൾ തന്നെയാണ് എനിക്ക് വീണ്ടും അലോട്ട്മെന്റ് വന്നത്. പിന്നെ എന്തായാലും ഞങ്ങൾക്ക് അവിടെ പോയി അഡ്മിഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം വന്ന് ഞങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നതിൽ ഒരുപാട് ദൂരെയായിരുന്നു ആ സ്കൂൾ. അപ്പൊ എനിക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് അവിടെ സ്കൂൾ ബസ്സോ അങ്ങനെ ഒന്നുമില്ല. പപ്പയാണ് കൊണ്ടാക്കേണ്ടതും തിരിച്ചു വിളിച്ചോണ്ട് വരും. അപ്പൊ പപ്പയ്ക്കും യാത്രയുടെ ആ ഒരു ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പൊ പിന്നെ ആ സ്കൂളും അത്രത്തോളം നല്ലതല്ലായിരുന്നു. അപ്പം എന്നെ എങ്ങനെയെങ്കിലും ആ സ്കൂളിലൊന്ന് മാറ്റാനായിട്ട് എന്റെ പാരന്റ്സ് എന്നുവെച്ചാ വേറെ മാനേജ്മെന്റ് വഴിയോ ഏതെങ്കിലുമൊക്കെ ഒരു സ്കൂളിൽ കേറാം എന്നുള്ള രീതിയിൽ നോക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് സെന്റ് മേരീസ് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സ്കൂളാ. അവിടെ കിട്ടുമോന്ന് അറിയാനായിട്ട് ഞങ്ങള് ഒരു ആന്റിയെ സമീപിക്കുകയുണ്ടായി. അവരവിടുത്തെ ഒരു മെയിൻ ആണ്. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും അവര് നിൽക്കുന്നിടത്ത് ഒരു ചാപ്പൽ പോലെ ഉണ്ട്. അപ്പം ആ ആന്റി എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് അവിടെ പോയി ആ ചാപ്പലിൽ പോയി ഇരുന്ന് ഒന്ന് പ്രാർത്ഥിക്ക്. എന്താണ് നിന്റെ ലൈഫിൽ ദൈവത്തിന് ആഗ്രഹം എന്നുള്ളത് നീ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ആ ഒരു നിമിഷം വരെ എന്റെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവെ എനിക്ക് ഇത് വേണം, എനിക്കത് തരണേ, എനിക്ക് അവിടെ പോണം, എനിക്കിത് ചെയ്യണം, എനിക്കത് തരണേ. ഞാനതൊരു പ്രാർത്ഥനയെക്കാട്ടിലും അതൊരു ഒരു കമാൻഡ് പോലെ കർത്താവിന്റെ അടുത്ത് എനിക്കിത് വേണം കർത്താവ്, ഇത് എനിക്ക് തരണം, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ നിമിഷം കർത്താവ് എന്നെ പ്രാർത്ഥന പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം നമുക്കറിയാം നമ്മുടെ യേശു കർത്താവിനെ കാൽവരി ക്രൂശിൽ ആ ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിന് മുന്നേ ഗത്സമനെ തോട്ടത്തില് കർത്താവ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നോട്ട് മൈ വിൽ ബട്ട് യോഴ്സ് വിൽ ബി ഡൺ. അതുപോലെ ആ സമയത്ത് കർത്താവ് എന്റെ മനസ്സിൽ തന്നൊരു പ്രാർത്ഥനയാണ്, എന്റെ എന്റെ പ്ലാനോ എന്റെ പദ്ധതിയോ അല്ല, അങ്ങയുടെ പ്ലാൻ എന്താണ് എന്റെ ലൈഫിൽ, അത് എന്റെ ജീവിതത്തിൽ നിറവേറണം, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഞാന് അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഞാൻ ഇതുവരെ പഠിച്ച സ്കൂളിൽ കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങയ്ക്ക് അത് ഹിതമാണെങ്കിൽ എനിക്കത് തരണമേ, അങ്ങയ്ക്ക് ഹിതമല്ലെങ്കിൽ എനിക്ക് തരരുതേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ ഞാന് അങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എനിക്ക് സെന്റ് മേരീസിൽ കിട്ടിയില്ല. അന്ന് സീറ്റ് എല്ലാം ഫുള്ളായി, ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അലോട്ട്മെന്റ് വന്നു. ഞാൻ ഉദ്ദേശിച്ച സ്കൂളിൽ വീണ്ടും കിട്ടിയില്ല. അങ്ങനെ വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് എന്റെ ചർച്ചിൽ വരുന്ന ഒരു അങ്കിള് വഴി ഞങ്ങൾ വേറൊരു സ്കൂളിനെ പറ്റി അറിഞ്ഞു. അവിടെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സീറ്റ് കിട്ടാൻ ഒട്ടും ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ ഇതേപോലെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ അങ്ങയ്ക്ക് ഹിതമാണെങ്കിൽ മാത്രം എനിക്കത് തരണം. എന്നെ ആ സ്കൂളിൽ പഠിക്കാൻ ഇടയാക്കണം, അല്ലെങ്കിൽ എന്നെ അവിടെ അയക്കരുതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. എന്റെ റിപ്പോർട്ട് കാർഡ് കണ്ട് ടീച്ചേഴ്സ് ഒക്കെ നല്ല റിപ്പോർട്ടാ, നല്ല മാർക്ക് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് രാവിലെ വന്നിരുന്നെങ്കിൽ ബയോമാത്സ് തന്നേനെ. ഇപ്പോ ആഫ്റ്റർനൂണ് വന്നോണ്ട് രാവിലെ ഒരു 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 കുട്ടി വന്ന് അവന് ഞാൻ ബയോമാത്സിന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന സീറ്റ് കൊടുത്തു. ഇനി വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് തരാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് താല്പര്യം ബയോമാത്സ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ബയോമാത്സ് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ദൈവത്തിന് ഇഷ്ടം ഞാൻ അവിടെ പഠിക്കുന്നതായിരിക്കാം. ഓക്കെ, ദൈവത്തിന്റെ ഹിതത്തിന് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനും എന്റെ പപ്പയും ആ അങ്കിളും കൂടെ തിരിച്ചു നടക്കുകയുണ്ടായി. അപ്പൊ ബാക്കിൽ നിന്ന് വീണ്ടും സാറ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടെ വരാവോ, പ്രിൻസിപ്പൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ പോയപ്പോ പ്രിൻസിപ്പൾ പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കമ്പ്യൂട്ടർ സയൻസിലോട്ട് മാറ്റാം, എന്നിട്ട് നിനക്ക് ആ ബയോമാത്സിന്റെ ആ സീറ്റ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ആ ഒരു സമയത്ത് ദൈവത്തിന് എന്റെ മേലുള്ള ആ ഒരു ഫേവർ എനിക്കത് മനസ്സിലായി. ആ സമയത്ത് പപ്പയും അമ്മയും ഒക്കെ ഇത് ആരെ വിളിക്കാം, അല്ലെങ്കിൽ ആരെ വിളിച്ച് സംസാരിച്ചാൽ ഈ ഒരു സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച സമയത്ത് എനിക്ക് അങ്ങനെ ആരും അറിയില്ല. ഞാന് ലോകപരമായിട്ട് ഒരു ഒരു സ്കൂളിന്റെ മെയിൻ ആളോ അങ്ങനെ ആരും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ദൈവം തന്നത്, ഈ ലോകത്തെ സൃഷ്ടിച്ച ആ ദൈവത്തിനെയാണ് ഞാൻ വിളിക്കുന്നത്. ആ ജീവനുള്ള ദൈവം എനിക്ക് വേണ്ടി അവിടെ അത്ഭുതം പ്രവർത്തിക്കും. ആ ദൈവത്തെ ഞാൻ അങ്ങയോട് മാത്രം ഞാൻ എന്റെ അപേക്ഷ പറയുന്ന കർത്താവേ എന്ന് പറഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.
അന്ന് ദൈവം ആ സീറ്റ് എനിക്ക് തരികയുണ്ടായി. +1 +2 ഞാൻ ആ സ്കൂളില് ഒരു ക്രിസ്ത്യൻ സ്കൂളാണ്, അച്ഛന്മാർ നടത്തുന്ന സ്കൂളാണ്. നല്ലൊരു സ്കൂളായിരുന്നു. എനിക്ക് നല്ലോണം പഠിക്കാൻ ഇടയായി. +2 നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ ഇടയായി. +2 പാസ്സായ സമയത്താണ് കോവിഡിന്റെ ആ ഒരു പ്രയാസം ലോകത്ത് മൊത്തം വന്നത്. ആ സമയത്ത് നീറ്റിന്റെ ഞാൻ ഡോക്ടർ ആവാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് നീറ്റ് ക്രാഷ് കോഴ്സ് എടുത്തു. പക്ഷെ അത് ഓഫ്ലൈൻ എന്നുള്ളത് ഓൺലൈൻ ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സിലോട്ട് പോകേണ്ടി വന്നു. ആ ഒരു സമയത്ത് ഞാൻ ഉദ്ദേശിച്ച മാർക്ക് എനിക്ക് നീറ്റ് ഫസ്റ്റ് ക്രാഷ് കോഴ്സിൽ ആ ഒരു ക്രാഷ് ടൈമിൽ കിട്ടില്ല. അപ്പോ എന്തായാലും റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ പാരന്റ്സിന്റെ ഇതോടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുണ്ടായി. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയി. ഞാൻ കോവിഡ് പോസിറ്റീവ് ആയിട്ട് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആവുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ എന്റെ ഫാമിലിയിൽ എന്റെ അങ്കിളിന്റെ വൈഫ് കോവിഡ് കാരണം മരിക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ അതിന്റെ ആ ഒരു ഭയം നിൽക്കുന്ന ആ ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്കും ആ ഒരു ഭയം ഉണ്ടായിരുന്നു. മരണഭയം പോലെ ഞാൻ മരിച്ചു പോവും, അങ്ങനെ ഒരു ഭയം എന്നിൽ ഉണ്ടായിരുന്നു. എന്റെ പാരന്റ്സിനും ആ ഒരു ഭയം ഉണ്ടായിരുന്നോണ്ട് അവർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ. ആ സമയത്ത് അഡ്മിറ്റ് ചെയ്യാം, പക്ഷെ ബൈസ്റ്റാൻഡർ ആയിട്ട് ആരെയും ഇരുത്തത്തില്ല. ഇപ്പൊ ഞാനാണ് നിൽക്കുന്നെങ്കിൽ ഞാൻ തന്നെ ആ ഒരു വാർഡിൽ നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പാരന്റ്സിന് എന്നെ അഡ്മിറ്റ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി എന്താണ് ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഹോസ്പിറ്റലിൽ പോയുണ്ടായി. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ന്യൂമോണിയ സ്റ്റാർട്ടിങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടേഴ്സ് എന്നെ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി പ്രശ്നം കൂടുന്നതിനെക്കാട്ടിലും അതിന് മുന്നേ അഡ്മിറ്റ് ചെയ്യുന്നത് നല്ലതാന്ന് പറഞ്ഞു എന്നെ അഡ്മിറ്റ് ചെയ്യുണ്ടായി. ആ ഒരു സമയത്ത് എന്റെ കൂടെ ആ ഒരു വാർഡില് ഞാൻ മാത്രമായിരുന്നു ആ ഒരു ഏജില് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കുറച്ച് മുതിർന്ന ആൾക്കാരായിരുന്നു. എനിക്ക് എന്റെ വിഷമം പറയാനോ അങ്ങനെ ഒന്നും എനിക്ക് ആരും ഇല്ലായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഫോൺ വിളിക്കാൻ വീട്ടില് നേരിട്ട് കാണാനായാലും ദൂരെ നിന്നേ പപ്പ ഹോസ്പിറ്റലിൽ വരുമ്പോൾ കാണാൻ പറ്റത്തുള്ളൂ, നേരിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പം ദൈവം എനിക്ക് പാട്ടിലൂടെയും വചനത്തിലൂടെയും ഒക്കെ എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒരു ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ട്, സെയിം ഗോഡ് എന്ന് പറഞ്ഞിട്ട്, ഹന്ന കെൻ എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതുന്നതിന്റെ അതിൽ പറയുന്നത് എന്റെ ദൈവം ഇന്നും എന്നും എപ്പോഴും ആ ദൈവം സെയിം ആണ്, ആ ദൈവം മാറുന്നില്ല. ആ ഒരു ഇത് എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ എന്തോ എന്റെ ലൈഫിൽ എന്തോ കർത്താവിന് ഡിസ്പ്ലീസിങ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, ഞാൻ മരിച്ചു പോവും, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ദൈവത്തിനോട് ചോദിച്ചു, എന്താ ദൈവമേ എനിക്ക് ഇങ്ങനെ വന്നേ, എന്നെ കർത്താവിന് ഇപ്പൊ ഇഷ്ടമല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് ഓരോ തോട്ട്സ് വരികയുണ്ടായി. പക്ഷെ ആ ഒരു പാട്ടിലൂടെ കർത്താവ് എന്നെ ബലപ്പെടുത്തി. കർത്താവ് പറഞ്ഞു ഞാൻ എന്നും എന്നും നിന്നെ ഒരുപോലെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ബലപ്പെടുത്തുകയുണ്ടായി. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ നെഗറ്റീവ് കോവിഡ് പോസിറ്റീവ് എന്ന റിസൾട്ട് വന്ന് ഞാൻ വീട്ടില് വരികയുണ്ടായി. വീട്ടില് വന്ന് പിന്നെയും ഒരു 1 വീക്ക് ക്വാറന്റൈൻ ഇരിക്കണമെന്ന് പറഞ്ഞു. ആ വീട്ടില് വന്ന ആ സമയം എനിക്ക് ഒരു വല്ലാത്ത ഒരു രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് അസ്വസ്ഥതകൾ നേരിടാൻ തുടങ്ങി. രാത്രി സ്വപ്നം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനിക്കറിയാം അതൊരു എനിക്ക് ഉറക്കത്തിൽ ഞാൻ എന്നെ എന്തോ ഇങ്ങനെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇത് എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന, എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല, കാൽ അനക്കാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. അമ്മ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അമ്മയടുത്ത് പറഞ്ഞു. അപ്പൊ അമ്മ എണീറ്റ് ഒരു 30 മിനിറ്റോളം അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിക്കാൻ എണീറ്റ ഉടനെ ഞാൻ കിടന്നു. എന്നിട്ട് അമ്മ പിന്നെയും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അമ്മ പോയി കിടന്നു. ഞാൻ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അമ്മ പോയി കിടന്നു. എന്നിട്ട് വീണ്ടും എനിക്ക് ഈ പ്രയാസം ഉണ്ടായി. ഞാൻ എണീക്കുകയുണ്ടായി. എണീറ്റ് ഞാൻ അമ്മയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. നിനക്കിപ്പോ പ്രയാസം നേരിടുന്നു, നീ അമ്മയെ വിളിച്ച് അമ്മയെ കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അതിന് മുന്നേയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഒരു റിലീജിയനെക്കാട്ടിലും കർത്താവും നമ്മളും തമ്മിൽ ഉള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. ഞാനും എന്റെ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം എന്നിൽ കൂട്ടാൻ വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി ആ ഒരു പ്രയാസത്തിലൂടെ എന്നെ പുറത്തെടുക്കുമായിരുന്നു കർത്താവ്. ആ സമയത്ത് ഞാൻ എന്റെ പ്രയാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ ജയമെടുത്തു. പിന്നെ ആ ഒരു പ്രയാസം എനിക്ക് നേരിട്ടിട്ടേ ഇല്ല. കർത്താവിനെ പൂർണ്ണമായും അതിൽ നിന്ന് വീണ്ടെടുത്തു. ആ ദിവസം മുതൽ കർത്താവ് എനിക്ക് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് കർത്താവ് എനിക്ക് പഠിപ്പിച്ചു തന്നു.
അത് കഴിഞ്ഞ് നീറ്റ് എഴുതി. ആ പ്രയാസത്തിലെല്ലാം കർത്താവ് കൂടെ ഇരുന്നു. നീറ്റ് എഴുതാൻ കർത്താവ് സഹായിച്ചു. ഞാൻ ഉദ്ദേശിച്ച മാർക്ക്, എനിക്ക് MBBS കയറാൻ തക്കവണ്ണം മാർക്ക് ഇല്ലായിരുന്നു. അപ്പോ അതിന്റെ ആ ഒരു പിന്നെയും ആ ഒരു സ്ട്രെസ് ആ ഒരു ഇതിലൂടെ കടന്നുപോയി. പക്ഷെ കർത്താവ് കൂടെ ഇരുന്നു. കർത്താവ് ഇത് താഴോട്ട് ഇത് BHMS, BAMS, BDS അങ്ങനത്തെ കോഴ്സിന് കിട്ടാമെന്ന് അത് കാത്തിരുന്ന സമയത്താണ് ജോർജിയയിലോട്ടുള്ള എന്റെ അഡ്മിഷൻ ഓക്കെ ആവുന്നത്. എന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചു. ഈ ഇവിടെ വരുമ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് കർത്താവിന്റെ ആ ഒരു ഫേവർ, കർത്താവിന്റെ പ്ലാൻ ആയിരുന്നു എനിക്ക്. ഞാൻ ഒരിക്കലും എന്റെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല ഞാൻ പുറത്തു പോയി പഠിക്കുക, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആവും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് കർത്താവ് അതത് സമയത്ത് അത് എനിക്ക് നൽകി. ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ, എനിക്കിവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ശരിയാവുന്നതിന് മുന്നേ തന്നെ കർത്താവ് എനിക്ക് ഇവിടെ ഒരു നല്ലൊരു ചേർച്ച്, വിശ്വാസത്തിൽ വളരാൻ തക്കവണ്ണം ഒരു ചേർച്ച് കർത്താവ് നൽകി. നല്ല ഫ്രണ്ട്സിനെ നൽകി. അതുപോലെ ഇവിടെ വന്നതിന് ശേഷവും പേഴ്സണലി ഞങ്ങള് വീട്ടിൽ നിന്ന് ഒക്കെ ഒരുപാട് വിട്ടു നിൽക്കുന്നതിൻ്റെതായിട്ടുള്ള ഹോം സിക്നെസ്സും അല്ലാതെ വേറെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് നേരിടുന്നുണ്ട്. പക്ഷെ അതിലെല്ലാം കർത്താവ് ജയാളിയായിട്ട് നടത്തുന്നു. എനിക്ക് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ എന്റെ റൂംമേറ്റിന് ഒരു വലിയൊരു പ്രയാസം വരികയും അവൾക്ക് ഗം ബ്ലീഡിങ് അങ്ങനത്തെ പ്രയാസങ്ങൾ വന്നു. ആ പ്രയാസത്തില് അവള് ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങി. അവൾക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റാതെ, അവള് നിൽക്കുമ്പോ തന്നെ ഫെയിന്റ് ചെയ്ത് വീഴാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് എന്താണ് അവൾക്ക് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. കാരണം ഞങ്ങള് 3 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പാരന്റ്സോ ആരും അടുത്തില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അവൾക്ക് വിസ്ഡം ടീത്തിന്റെ ആ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ടീത്ത് എടുക്കാൻ പോയി. അതെടുത്തിട്ട് വന്ന് വീട്ടിൽ വന്നിട്ട് അവൾക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് ബ്ലഡ് കൗണ്ട് നോക്കിയപ്പം ബ്ലഡ് കൗണ്ട് എല്ലാം കുറവാണ്. നാട്ടിലെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് സീരിയസ് ആണ് കണ്ടീഷൻ, കുട്ടിയെ പെട്ടെന്ന് നാട്ടിൽ എത്തിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെയൊക്കെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ ബ്ലഡ് കൗണ്ട് ഒരുപാട് കുറവായിരുന്നത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി നാട്ടിൽ കൊണ്ടുവരുന്നത് നല്ലത്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിലായിരിക്കുമ്പോൾ തന്നെ മരിക്കാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോ പക്ഷെ ഇവിടുന്ന് ഞങ്ങളുടെ ബാക്കിയുള്ളവരായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടുന്ന് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയ ശരിക്കും ചിലപ്പോൾ അവർ ഞങ്ങളെ വിടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഫ്ലൈറ്റിൽ ഇത്രയും കൗണ്ട് കുറഞ്ഞ ഒരാളെ അവർ കയറ്റത്തില്ല. എന്തായാലും ഇവിടുന്ന് മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞ് നാട്ടിലോട്ട് വിടാനും പറ്റില്ല. ഇവിടുന്ന് എന്തെങ്കിലും ജോർജിയയിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാനേ അവർ പറയത്തുള്ളൂ. അപ്പോ ഞങ്ങക്ക് പക്ഷെ നാട്ടില് ആണ് ഇവിടുത്തെ കാട്ടിലും ബെറ്റർ ട്രീറ്റ്മെന്റ് നാട്ടിലായതുകൊണ്ട് നാട്ടിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്നായിരുന്നു. അപ്പം ഞങ്ങള് എയർപോർട്ടിൽ ആരെടുത്തും പറയാതെ ഇവളുടെ പ്രയാസം എന്താണെന്ന് പറയാതെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ഞങ്ങൾക്ക് വീൽ ചെയർ, ഇവക്ക് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ വീൽ ചെയർ വേണോന്ന് പറയുമ്പോഴും അവർ ചോദിക്കുക എന്താ പ്രശ്നം, അത്രയ്ക്ക് വീക്ക് ആണോ എന്താ എന്നവർ ചോദിക്കുമ്പോ ഇല്ല പ്രശ്നമൊന്നും ഇല്ല, അതൊരു പല്ലെടുത്തതിന്റെ പ്രശ്നം, അവർക്ക് അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ബഹ്റൻ വഴിയായിരുന്നു ഫ്ലൈറ്റ് കണക്ഷൻ വരുന്നത്. ബഹ്റൻ വരെ കുഴപ്പമില്ലായിരുന്നു. ബഹ്റനിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഒരു 7 to 8 hours ട്രാവൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് നീണ്ട യാത്ര ആയതുകൊണ്ട് അവർക്ക് അതിന്റെ അകത്ത് ഭയങ്കര പ്രയാസം നേരിടാൻ ഇടയായി. അന്ന് ഈ പൗലോസിന്റെയും ഷീലാസിന്റെയും കാര്യം പറഞ്ഞുതരാം. ആ ഒരു ആ പ്രിസണിലായിരുന്ന സമയത്ത് അവർക്ക് ആ അവിടെ കർത്താവിനെ അവര് സ്തുതിച്ചതുപോലെ ഞങ്ങള് രാത്രിയായിരുന്നു യാത്ര. അപ്പൊ ഞങ്ങക്ക് ഇവക്ക് ഭയങ്കരമായിട്ട് പ്രയാസം നേരിടാൻ തുടങ്ങി. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ദൃശ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു പാട്ട് പാടി നീ. ഞാനിങ്ങനെ എല്ലാ അടുത്തിരിക്കുന്നവരുടെയൊക്കെ നോക്കി, അവരൊക്കെ ഉറങ്ങുക, രാത്രി ആയതുകൊണ്ട് എല്ലാവരും ഉറങ്ങുമായിരുന്നു. അപ്പൊ എങ്ങനെ പ്രാർത്ഥിക്കുക, എങ്ങനെ പാട്ട് പാടുക ഇതിന്റെ ഇടയിൽ. അപ്പം അവൾക്ക് ആ ഒരു പ്രയാസം കണ്ടപ്പോഴത്തേക്കും ഞാൻ പാടി തുടങ്ങി, അവളും പാടാൻ തുടങ്ങി. ഞങ്ങൾ ഞാൻ പേടിച്ച പാടിച്ച അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവോ, അവരിനി വല്ലതും പറയുമോ അങ്ങനെയൊക്കെ പേടിച്ച. പക്ഷെ ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണേ, നാട്ടിലെത്തുന്നത് വരെ ഒരു പ്രയാസം നേരിടരുതേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവള് പിന്നീട് അവളും എന്നോട് പറയാൻ ഇടയായി, ആ ഒരു സമയത്ത് അവൾക്ക് നേരിട്ട ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മരണഭയം പോലെയായിരുന്നു. മരിച്ചു പോവുമെന്ന് അവള് വിചാരിച്ചിരുന്ന ആ ഒരു സാഹചര്യമാണ്. പക്ഷെ അതില് കർത്താവ് ഞങ്ങൾ രണ്ടുപേരെയും കർത്താവ് ബലപ്പെടുത്തി നാട്ടിലെത്തിച്ചു.
നാട്ടില് വന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അവർക്ക് ലുക്കീമിയ, ക്യാൻസറിന്റെ ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെ അവള് 1 വർഷം ട്രീറ്റ്മെന്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു. ഞാൻ തിരിച്ച് ജോർജിയയിലേക്ക് വന്നു. ആ ഒരു സമയത്ത് അവള് ഭയങ്കര ഒരു ഡാർക്ക് ടൈമിലൂടെ കടന്നു പോവായിരുന്നു. അവളെയും അത് വിശ്വാസത്തില് ബലപ്പെടുത്തി, എന്നെയും കർത്താവ് ബലപ്പെടുത്തി. ഇന്ന് അവള് 1 വർഷത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അവള് തിരിച്ച് ഇവിടെ വന്നു. ഞങ്ങളുടെ കൂടെ ഇപ്പം പഠിക്കുവാണ്. ആഹ് അവൾക്ക് പേഴ്സണലി അതൊരു ടെസ്റ്റിമണി ആണ്. എനിക്കും അതൊരു കർത്താവ് ഒരു എന്താ എന്റെ ലൈഫിൽ ഒരു ടെസ്റ്റിമണി ആയിട്ട് കർത്താവ് ഇത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതൊരു വലിയൊരു ശോധനയായിരുന്നു ഞങ്ങൾ കടന്നു പോയത്. പക്ഷെ കർത്താവ് ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങളുടെ കൂടെ ഇരുന്നു. ഞങ്ങളെ ബലപ്പെടുത്തി. ആരും കൂടെ ഇല്ലായിരുന്നപ്പോഴും ഞങ്ങളുടെ പാരന്റ്സോ ഞങ്ങൾക്ക് ആരും അങ്ങനെ ഇല്ലായിരുന്നപ്പോ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി. ആഹ് ആ ഒരു സൗഖ്യം അവൾക്ക് നൽകി. ഇന്ന് ഇത്രത്തോളം കർത്താവ് കാത്തു പരിപാലിച്ചു. ഇവിടെ ജോർജിയയിലായിരിക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നേരിടുമ്പോഴും കർത്താവ് എല്ലായിടത്തും ജയാളിയായിട്ട് ഒരു പ്രയാസം കൂടാതെ എല്ലാ പ്രതിസന്ധികളെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി കർത്താവ് കൂടെ ഉണ്ട്. എന്റെ ഈ ഒരു ഇത്രയും ലൈഫിന്റെ ഇടയ്ക്ക് എന്റെ ലൈഫിൽ കർത്താവ് ചെയ്ത ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എനിക്ക് എന്റെ ലൈഫിൽ ഇന്ന് ഞാൻ അന്ന് ആ ഒരു ടെസ്റ്റിമണി കർത്താവ് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ 1000 ടെസ്റ്റിമണീസ് കർത്താവ് എനിക്ക് തന്നു. ഇതല്ലാതെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടെസ്റ്റിമണീസും എനിക്ക് കർത്താവ് എന്റെ ലൈഫില് എന്റെ ആ ഒരു ഫെയ്ത്തില് ആ ഒരു ജേർണിയിൽ കർത്താവ് തന്നോണ്ടിരിക്കുന്നു. ഇത് കാണുന്നവരോട് എനിക്ക് അതാ പറയേണ്ടത്. നമ്മള് പെയിനിലായിരിക്കുമ്പോ, നമ്മള് വിഷമത്തിലായിരിക്കുമ്പോ നമ്മള് വിചാരിക്കും കർത്താവ് നമ്മളെ കാണുന്നില്ലയോ? നമ്മള് ആയിരിക്കുന്ന സാഹചര്യത്തില് കർത്താവ് നമ്മുടെ അടുത്തില്ലോ ഇല്ലേ എന്നൊക്കെ നമ്മള് വിചാരിക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളോട് കർത്താവ് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമായിരിക്കും. നമ്മുടെ വിശ്വസ്തത നമ്മള് കർത്താവിന് കാണിക്കേണ്ട സമയമാണ്. ചിലപ്പോ ആ സാഹചര്യത്തിലൂടെ കർത്താവ് ഒരു വലിയൊരു ടെസ്റ്റിമണി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു കഷ്ടത്തിലൂടെ കടന്നു വരുമ്പോഴാണ് മറ്റുള്ളവരെ നമുക്ക് ബലപ്പെടുത്താൻ കഴിയുന്നത്. ഓരോ ടെസ്റ്റിമണീസും മറ്റുള്ളവരെ നമുക്ക് കർത്താവിനോട് ചേർക്കാൻ നമുക്ക് കർത്താവ് തരുന്ന ഓരോ ഇതാണ്. ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ബൈബിളിലെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് നമുക്ക് ഡിബേറ്റ് ചെയ്യാനൊക്കെ ആർക്കിടയുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവർക്ക് നമ്മളോട് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് അത് നടന്നിട്ടില്ല എന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ പെയിനും അത് ഓരോ ടെസ്റ്റിമണീസ് ആണ്. കർത്താവിനെ ഉയർത്താൻ നമുക്ക് കിട്ടുന്ന ഓരോ അവസരമാണ്. അതിൽ കർത്താവിനെ നമുക്ക് എല്ലാവർക്കും ഉയർത്താൻ കഴിയട്ടെ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ടെസ്റ്റിമണി. ഞാന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ അങ്ങേ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന എന്റെ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നപ്പ. ഈ യേശുപ്പാന്റെ ഈ ടെസ്റ്റിമണി കർത്താവെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ മക്കളിലും അങ്ങയുടെ യേശുപ്പ അങ്ങ് പ്രവർത്തിക്കണമേ അപ്പ. കർത്താവെ അവര് എന്ത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, അവര് ഏത് സാഹചര്യത്തിലായിരിക്കുന്നു ഞങ്ങൾക്ക് പേഴ്സണലി അറിയത്തില്ല അപ്പ. പക്ഷെ അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. അങ്ങ് അവരുടെ അടുത്തുള്ളതിനായിട്ട് നന്ദി കരയറ്റുന്നു അപ്പ. കർത്താവ് അവര് പോകുന്ന ശോധനയിൽ കർത്താവെ പൊന്നുപോലെ യേശുപ്പ അവരെ പുറത്തെടുക്കാനാണല്ലോ കർത്താവെ യേശുപ്പ ഈ ഒരു ശോധനയിലൂടെ കടന്നു പോകുന്നത് കർത്താവെ. ആ ഒരു പെയിനിലും യേശുപ്പ അവരെ അങ്ങേ ഉയർത്തുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ കരം യേശുപ്പ ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടി ഇരിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ യേശുപ്പ കർത്താവെ ഈ ചാനലിലും കർത്താവെ അരോമ ടിവിക്കും യേശുപ്പ കർത്താവെ ഇങ്ങനെ ഒരു യേശുപ്പ അനേകർക്ക് യേശുപ്പ ഒരു ആശ്വാസമായി തീരുന്നതിനായി അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. കർത്താവ് ഇനിയും അനേകരെ യേശുപ്പ ചാനലിലൂടെ യേശുപ്പ അനേകരെ തൊടുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. പാസ്റ്ററിലൂടെ അങ്ങ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ അപ്പന്റെ കാര്യങ്ങൾ തരുന്ന യേശുനാമത്തിൽ തന്നെ ആമേൻ. 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 താങ്ക് യു ദൃശ്യമോളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില അനുഭവങ്ങൾ, ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവഭയത്തിലും ദൈവകൃപയിലും വളർന്നു വരുവാൻ, വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കന്മാർ ശ്രമിക്കുകയും നല്ല ഒരു ആത്മീയ പശ്ചാത്തലം ഉണ്ടാകുകയും ചെയ്തു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. എങ്കിലും ജീവിതത്തിൽ ഉണ്ടായ ചില സമ്മർദ്ദങ്ങളുടെ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴൊക്കെ അതിൽ നിന്ന് അതിജീവിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാനും, ദൈവത്തിൻ്റെ
ഇഷ്ടപ്രകാരം ജീവിക്കുവാനും ജീവിതം സമർപ്പിച്ചപ്പോൾ ജീവിതം വളരെ നല്ല നിലയിൽ മാറ്റം അനുഭവിച്ചു. ഇന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കുന്നു എന്നുള്ള ആ സാക്ഷ്യം പറയാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ തുടർ പഠനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഗ്രഹിച്ചെങ്കിലും അതിനേക്കാൾ ഉപരിയായി ജോർജിയയിൽ മെഡിസിനെ പഠിക്കുവാൻ ദൈവം അവസരം ഒരുക്കി. അവിടെ വന്നതിന് ശേഷം അവിടെ ഉണ്ടായ ആ ഒരു സാഹചര്യം പറഞ്ഞു. പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കന്മാരോ മുതിർന്നവരോ സമീപത്തില്ലാതിരുന്നിട്ട് പോലും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് തക്ക സമയത്ത് തന്നെ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്ത് ആ റൂംമേറ്റ്സിനെ നാട്ടിൽ കൊണ്ടുപോകുവാനും വേണ്ട ടേക്ക് കെയർ ചെയ്യുവാനും അതുപോലെ തുടർന്നുള്ളതായ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുവാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു. അഭിനന്ദനാർഹമായ കാര്യമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ, ആ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സൗഖ്യം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. റൂംമേറ്റ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ളതായ പഠനം ഭാവി എല്ലാ ദൈവത്താൽ അനുഗ്രഹമാകട്ടെ. നല്ല സാക്ഷ്യവുമായി തുടർന്നുള്ളതായ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഏറെ വേദികളോ അവസരങ്ങളോ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച പഠനത്തിന്റെ ഇടയിലും കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവസരങ്ങൾ കണ്ടെത്തുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം പങ്കിട്ടതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ മെസ്സേജ് അറിയിക്കൂ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയിൽ 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനവുമായി ഞാൻ വീണ്ടും കൂടി കാണും വരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.